ഉലൂവ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇയ്യാകും വൽ ഉലൂവ്, നിങ്ങൾ അതിരുകവിഞ്ഞാൽ സൂക്ഷിക്കണം. ഫഇന്നൽ ഉലൂവ ഹലക മൻ കാന ഖബ്ലക്, നിങ്ങളുടെ പൂർവികരായ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതാ ഉലൂവ്. അങ്ങനെ സംഭവിച്ചു എന്നാ നമുക്ക് വരുന്നത്. എന്നാ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ ആളെ ഉലൂവിന്റെ കോലം നിങ്ങൾ കണ്ടോളി. എന്താ നിങ്ങള് 104 ഇട്ടുകൊടുക്കുക. മൂപ്പര് സമ്മേളനത്തിൽ അറബിനൊപ്പം നിസ്കരിക്കുക. ഉലൂവിന്റെ മൂത്തിട്ട് സാധു എവിടെ എത്തിയറികള് പൊരിഞ്ഞ ഉലൂവാണ്. ജനറേറ്ററിന്റെ മറ്റേ ട്രാൻസ്ഫോമർ മുമ്പ് കൊണ്ടുവരുന്നത് അതാണ് റസൂൽ. ജൗഹറാനിക്ക് വന്ന പ്രസംഗമുണ്ട്, അതുകൂടി കൂട്ടി കേട്ടോളി. അതാണ് റസൂലുള്ളാഹിയുടെ നമസ്കാരവും നമ്മുടെ നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നിസ്കരിക്കാൻ നിന്നാലുള്ള കണ്ടുകൂടിയാണ് പോകുന്നത് അല്ലെ. നിസ്കരിക്കാനൊക്കെ നിൽക്കണ നോക്കൂ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ലോ. കെട്ടിയിട്ട് ചിലരിങ്ങനെ എന്താ, ഞാൻ മുജാഹിദാണ്. മുജാഹിദ് പറഞ്ഞാൽ എങ്ങനെയാണ്? റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇടത് കൈയിന്മേൽ വലത് കൈ വെച്ച് ഹൃദയത്തിൽ നെഞ്ചത്ത് വെക്കാനാണ്. അല്ലാതെ ചിലർ പറയുന്നത് അപായമാണ് കൂട്ടരെ, അപായമാണ്, അപായത്തിന്റെ ചിഹ്നമാണിത്. അത് അപായത്തിന്റെ ചിഹ്നം തന്നെയാണ്. ട്രാൻസ്ഫോമറിന്റെ താഴെ ചിത്രമായിട്ട് കാണുന്നത് അതല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ അവസാനം ഒലൂവ് പറഞ്ഞ് സത്യത്തിൽ ഈ സാധു ഒലൂവുമ്മക്ക് എത്തി. കയ്യങ്ങട്ട് കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എന്ത് കെട്ടാണത്? അപ്പൊ അള്ളാന്റെ ദീന് പഠിച്ചവർ പറയട്ടെ. അതിന് അർഹതയില്ലാത്ത ആളുകൾക്ക് എന്തിനാണ് ഈ AC റൂമൊക്കെ കൊടുത്ത് സ്വിച്ച് സ്റ്റാൻഡ് കൊടുത്ത് ഈ വിടുവായുത്തം പറയിക്കുന്നത്? എന്നിട്ടോ ഈ ആളുകൾ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ അല്ലേ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞില്ലേ, ബുഹാരിന്റെ വാപ്പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കൂല എന്നാണ് അദ്രമാരി വേറ്റിക്ക് 1 കൊല്ലത്തെ വിലക്ക്. സംഘടനയുടെ ഈ തീരുമാനം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനത്തിനെതിരാണ്. അതുകൊണ്ട് പഠിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം, ഒപ്പിടാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ സക്കരിയ സലായിക്ക് ആജീവനാനം പുറത്ത്. ശിർക്ക് ആരോപണം മാറി.